ഈ ആഴ്ച പയ്യലൂരിൽ നിന്നുമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ശാന്തയാണ് എഴുതുന്നത്. ഞാനും ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ ജനിച്ച സമയം താഴെ എഴുതാം. അതിലെ ദോഷവശങ്ങളും നല്ല വശങ്ങളും അറിയുവാൻ താല്പര്യമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ വിവാഹം ഒന്നും ശരിയാകുന്നില്ല. എപ്പോൾ വിവാഹം നടക്കും? ഇപ്പോൾ അതിനുള്ള സമയമാണോ? എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതായുണ്ടോ? ദയവായി ഈ കത്ത് പരിഗണിച്ച് ജ്യോതിഷവീതി എന്ന പ്രോഗ്രാമിൽ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ശാന്ത എഴുതിയിരിക്കുന്നത്. 5 പേരുടെയും ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഉത്രാടമാണ് വിജയം എന്നു പേരുള്ളതായിരിക്കുന്ന വ്യക്തിയുടെ നക്ഷത്രം. ഉത്രാടം നക്ഷത്രം വിജയന്റെ ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം വ്യാഴദശാകാലമാണ്. 2001 ജൂലൈ മാസം 30-ാം തീയതി ആരംഭിച്ചിരിക്കുന്നതായ വ്യാഴന്റെ ദശാകാലം 2017 ജൂലൈ മാസം 30-ാം തീയതി വരെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഈ വ്യാഴന്റെ ദശാകാലം ഗുണപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴദശയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം ശുക്രൻ്റേതായിരിക്കുന്ന അപഹാരമാണ്. 2009 ജൂൺ മാസം 11-ാം തീയതി ആരംഭിച്ച ശുക്രന്റെ അപഹാരം 2012 ഫെബ്രുവരി മാസം 10-ാം തീയതി വരെ പറയുന്നുണ്ട്. ഈ ശുക്രന്റെ അപഹാരത്തിന് ശേഷം വരുന്നത് സൂര്യന്റെ അപഹാരമാണ്. സൂര്യാപഹാരവും ഗുണം ചെയ്യുന്ന അപഹാര സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്തൃജാതകവശാലും ഇപ്പോൾ ശനിപ്പഴവ് കണ്ടകശനി കാലം പറയുന്നുണ്ടെങ്കിൽ കൂടി വ്യാഴന് നല്ലയധികം ബലം ഉള്ളതായിരിക്കുന്ന ജാതകമായിരിക്കുന്നുണ്ട്. കണ്ടകശനിയുടെ പൊതുവെയുള്ള ബലം കുറവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഗുണങ്ങളെക്കാൾ ദോഷങ്ങളെക്കാൾ ഉപരി ഗുണഫലത്തിനാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രാധാന്യം കൂടുതലായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കാനുള്ള ഒരു സാധ്യതയായിട്ടും അമരഗുരുദശായാം അമ്പരാദ്യർത്ഥ സിദ്ധിഹി എന്നുള്ളതായിരിക്കുന്ന പ്രായേണ ആ ശ്ലോകവിധി പ്രകാരം ഗുണഫലങ്ങൾക്കാണ് പ്രാധാന്യത കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഭാര്യാജാതക പ്രകാരം സപ്പോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചതയം നക്ഷത്രം ശാന്തയുടെ ജാതകവശാല് 2008 ഏപ്രിൽ മാസം 21-ാം തീയതിക്ക് ശേഷം ഇപ്പോൾ ബുധന്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധന്റെ ദശാകാലം 2025 ഏപ്രിൽ മാസം 21-ാം തീയതി വരെ പറയുന്നുണ്ട്. ഈ ബുധന്റേതായിരിക്കുന്ന ദശാകാലവും ഗുണപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം ഭാവത്തിന്റെയും 11-ാം ഭാവത്തിന്റെയും അധിപനായ ബുധൻ ധനലാഭയോഗപ്രദനായി 2-ൽ തന്നെ ഉച്ചസ്ഥനം സ്വക്ഷേത്രാധിപനമായി ബലവാനായി നിൽക്കുന്നതായിരിക്കുന്ന ബുധനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലധികം ഗുണഫലങ്ങൾ ഉള്ള ഒരു ജാതകമായിട്ടാണ് ശാന്തയുടെ ജാതകം പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ബുധന്റെ ദശാകാലം 2025 സമയം വരെയുള്ളതായിരിക്കുന്ന ബുധന്റെ ദശാകാലം വളരെയധികം ശ്രേയസ് നിറഞ്ഞിരിക്കുന്നതായ സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബുധന്റെ അപഹാരത്തിൽ ശുക്രന്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശുക്രന്റെ അപഹാരം 2014 ജൂലൈ മാസം വരെ ജാതകപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. ആ ശുക്രൻ്റേതായിരിക്കുന്ന അപഹാരവും ഗുണം ചെയ്യുന്ന സമയമായിട്ടാണ് ജാതകപ്രകാരം പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ബുധനിൽ നിന്നും 12-ാമത് രാശിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ശുക്രന്റെ അപഹാരം സർവ്വ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന ഒരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ നല്ല സമയമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മൂത്ത മകന്റെ ജാതകപ്രകാരം അവിട്ടം നക്ഷത്രം ദിലുരാജ് 1998 ജനുവരി മാസം 5-ാം തീയതി മുതലൊക്കെ രാഹുദശാകാലമാണ്. അതിനുശേഷം ജനിച്ച സമയം ഇപ്പോൾ രാഹുദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 ജനുവരി മാസം 6-ാം തീയതി വരെ രാഹുവിൻ്റെ ദശാകാലം സൂചിപ്പിക്കുന്നുണ്ട്. രാഹുവിൻ്റെ ദശാകാലം ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുന്ന സമയമായിട്ടാണ് പറയുക. ഇപ്പോൾ രാഹുദശയിൽ ശുക്രന്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2009 ജൂലൈ മാസം 25-ാം തീയതി ആരംഭിച്ച ശുക്രന്റെ അപഹാരം 2012 ജൂലൈ മാസം 25-ാം തീയതി വരെ പറയുന്നുണ്ട്. 2012 ജൂലൈ മാസം 25-ന് ശേഷം വരുന്നതായിരിക്കുന്ന സൂര്യന്റെ അപഹാരം വളരെയധികം ദോഷപ്രദമാണ്. 2013 ജൂൺ മാസം 18-ാം തീയതി വരെ സൂര്യന്റെ അപഹാരം പറയുന്നുണ്ട്. പൊതുവേ രാഹുദശയിലെ സൂര്യന്റെ അപഹാരം ദോഷപ്രദമാണ്. അതുമാത്രമല്ല ഈ ജാതകപ്രകാരം ദിലുരാജിന്റെ ജാതകപ്രകാരം രാഹുവിൽ നിന്ന് അഷ്ടമസ്ഥാനത്തിൽ ആപത് രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റേതായിരിക്കുന്ന അപഹാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെയേറെ ആപത്തുകൾക്കുള്ളതായിരിക്കുന്ന സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിത്തോഷ്ണജ്വര താപദേഹ തപന അപസ്മാര ഹൃക്രോഡജ എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരം ഉഷ്ണസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ളതായിരിക്കുന്ന സാധ്യതയും നാൽക്കാലി ഭയവും വാഹനപരമായിരിക്കുന്ന ദോഷങ്ങൾക്കും എല്ലാം തന്നെ സാധ്യത ഈ സമയത്തിൽ പറയുന്നുണ്ട്. 2012 ജൂലൈ 25-ാം തീയതി മുതൽക്ക്
2013 ജൂൺ മാസം 18-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അനിഷം നക്ഷത്രം വിനൂരാജിന്റെ ജാതകപ്രകാരം 2013 ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ ശനിദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജനന സമയം ആരംഭിച്ചിരിക്കുന്നതായ ഈ ശനിദശാകാലം 2013 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതായിരിക്കുന്ന ആ ബുധന്റെ ദശാകാലം വളരെയധികം ശ്രേയസ് നിറഞ്ഞിരിക്കുന്നതായ സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബുധന്റെ ദശാകാലം നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട്. 2030 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബുധദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി മനോജിന്റെ ജാതകപ്രകാരം അറിയണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ അനുജനായിരിക്കുന്ന മനോജിന്റെ വിവാഹപരമായിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് പ്രത്യേകമായി ചോദിച്ചിരിക്കുന്നത്. മനോജിന്റെ ജാതകപ്രകാരം 2003 ഓഗസ്റ്റ് മാസം 12-ാം തീയതിക്ക് ശേഷം ഇപ്പോൾ ചന്ദ്രന്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2013 ഓഗസ്റ്റ് മാസം 11-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ചന്ദ്രദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രന്റെ ദശാകാലത്തിൽ ഇപ്പോൾ ശുക്രന്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2013 ഫെബ്രുവരി മാസം 10-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ശുക്രന്റെ അപഹാര സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രദശയിലുള്ളതായിരിക്കുന്ന ശുക്രന്റെ അപഹാരം വിവാഹപരമായിരിക്കുന്ന കാര്യത്തിന് അനുയോജ്യമായിരിക്കുന്ന സമയമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മകം നക്ഷത്രവശാൽ 7 ദശിനി കാലഘട്ടമെല്ലാം കഴിഞ്ഞ് അഷ്ടമവ്യാഴം എന്നുള്ള സമയമോശവും കഴിഞ്ഞ് ഗുണം ചെയ്യുന്ന ഒരു സമയത്തിൽ കൂടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതകപ്രകാരമുള്ള തടസ്സങ്ങളെല്ലാം മാറി വിവാഹത്തിനും മറ്റുമെല്ലാം അനുയോജ്യമായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടി ലഗ്നാൽ 7-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴന്റെ സ്ഥിതിയും 7-ാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ മറിഞ്ഞിരിക്കുന്നതും 7-ാം ഭാവത്തിലേക്ക് ശനിയുടേതായിരിക്കുന്ന ദൃഷ്ടി വന്നിരിക്കുന്നതും വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾ വൈകാനും അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാലും ഭാര്യാഭർത്തൃ വേർപാടിനും ഉള്ളതായിരിക്കുന്ന സാധ്യത കൂടുതലായിരിക്കുന്ന ജാതകമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തദ്ദോഷ പരിഹാരാർത്ഥമായിട്ട് ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന വിവാഹ ദുരിതങ്ങൾക്ക് വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ നടത്തുന്നതും പ്രശ്നപ്രകാരം ഒരു ദൈവജ്ഞനെ നേരിൽ കണ്ട് പ്രശ്നം വെച്ചതിന് ശേഷം കുടുംബപരമായുള്ള വല്ല ദോഷങ്ങളും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഒരു പരിഹാരം കാണേണ്ടതും അത്യാവശ്യമാണ്. ജാതകപ്രകാരം തന്നെ ചെറിയ രീതിയിലുള്ള വിവാഹപരമായിരിക്കുന്ന തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പ്രതിവിധികളും ചെയ്ത് കുടുംബപരമായുള്ള ദോഷങ്ങൾക്കുള്ള പ്രതിവിധികളും ചെയ്തു കഴിഞ്ഞാൽ വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു കുടുംബജീവിതം സാധ്യമാകുമെന്ന് ജാതകപ്രകാരം കാണുന്നുണ്ട്.